ഫാത്തിമ നശ്വ, സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പട്ടാമ്പിയിൽ പഠിക്കുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിനി. പ്രിയ DCL കൂട്ടുകാരെ, ഏവർക്കും കൊച്ചേട്ടന്റെ കത്തിലോട്ട് സ്വാഗതം. അവരുടെ പ്രതികരണം നമ്മുടെ പ്രതിഫലനം. ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു നഗര കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന ഒരാൾ വേഗത കുറച്ച് വൃദ്ധനോട് ചോദിച്ചു, ഈ നഗരത്തിലെ ആളുകൾ എങ്ങനെയുള്ളവരാണ്? വൃദ്ധൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? കുതിരസവാരിക്കാരൻ പറഞ്ഞു, ഞാൻ ഇതുവരെ താമസിച്ചിരുന്ന നഗരത്തിലെ ജനങ്ങൾ ഒട്ടും മര്യാദയില്ലാത്തവരും സ്നേഹമില്ലാത്തവരുമായിരുന്നു. എനിക്ക് ആ സ്ഥലം ഒന്ന് മാറണം, കുറച്ചുകൂടി നല്ല മനുഷ്യരോടൊത്ത് ജീവിക്കണം. വൃദ്ധൻ പറഞ്ഞു, സഹോദര, നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ ജനങ്ങൾ അതിനേക്കാൾ മോശവും മര്യാദയില്ലാത്തവരുമാണ്. കുതിരസവാരിക്കാരൻ മുന്നോട്ട് പോയി. അല്പം കഴിഞ്ഞ് ഒരു കാളവണ്ടിയിൽ ഒരു മനുഷ്യൻ പതിയെ അവിടെ എത്തി ചോദിച്ചു, മുത്തശ്ശ, ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയുണ്ട്? എനിക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. നീ വന്ന സ്ഥലം എങ്ങനെയുണ്ടായിരുന്നു? വൃദ്ധന്റെ ചോദ്യത്തിന് കണ്ണീരിൽ കുതിർന്നായിരുന്നു അയാളുടെ മറുപടി. അവർ വളരെ സ്നേഹമുള്ളവരായിരുന്നു. എനിക്കവിടം വിടാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പെട്ടെന്നുണ്ടായ ചില സാമ്പത്തിക പ്രതിസന്ധി മൂലം ഞാൻ പോന്നതാണ്. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ നഗരത്തിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ജനങ്ങൾ അവരെക്കാൾ നല്ലവരാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വൃദ്ധനരികിൽ നിന്ന മറ്റൊരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ 2 മറുപടികൾ കൊടുത്തത്? വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് അതുപോലെയായിരിക്കും മറ്റുള്ളവർ നിങ്ങൾക്കും. നിങ്ങൾ മറ്റുള്ളവരെ പറ്റി എപ്പോഴും പരാതിയും കുറ്റവും പറഞ്ഞു നടന്നാൽ എല്ലാവരും നിങ്ങളെ അകറ്റി നിർത്തും. നല്ല സ്വഭാവമുള്ളവരെ എല്ലാവരും ചേർത്ത് നിർത്തും. മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ നമ്മുടെ തന്നെ പ്രതിഫലങ്ങളുണ്ട് എന്നറിയണം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ പുതിയ പ്രതീക്ഷകളോടെ പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പഴയ ക്ലാസ്സിലെ കൂട്ടുകാരും പുതിയവരും നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാവും. ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുകയും ഒട്ടേറെ പേരെ കൂട്ടുകാരുമാക്കിയിട്ടുമുണ്ടാകും. എന്നാൽ ചിലർ ഇപ്പോഴും ആരോടും മിണ്ടാതെ ഇങ്ങോട്ട് ആരെങ്കിലും സംസാരിക്കാൻ വരുമോ എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്നുമുണ്ടാവും. പുതിയ അധ്യയന വർഷം നിങ്ങളുടെ പഠനവും വിജയവും ഉറപ്പാക്കാൻ നമുക്ക് നല്ല സ്വഭാവവും ആവശ്യമാണ്. നല്ല പെരുമാറ്റം ശീലിപ്പിക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിച്ചു കേൾക്കാൻ മനസ്സ്. മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായും ശ്രദ്ധിച്ചു കേൾക്കുക. നേരെ നോക്കുക. അവർക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. ആത്മവിശ്വാസത്തോടെയുള്ള സംസാരം. ലളിതമായ ശാരീരിക വാക്കുകൾ ഉപയോഗിച്ച് വ്യക്തതയോടെ സംസാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി മതിപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ വിലമതിപ്പിക്കും. ശരീരഭാഷ പ്രധാനം. പറയുന്നവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. നല്ല പ്രസന്നമായ മുഖം, ചിരി എല്ലാം നല്ലതാണ്. ഹൃദയമായ ഭാവപ്രകടനം നല്ലത്. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ പഠിക്കുക. അവരുടെ സന്തോഷവും സങ്കടവും പങ്കിടുക. മര്യാദ വാക്കുകൾ ഉണ്ടാവട്ടെ. ക്ഷമിക്കണേ, നന്ദി കേട്ടോ, ദയവായി തുടങ്ങിയ മര്യാദ വാക്കുകൾ ഉചിതമായി ഉപയോഗിക്കുക. കൂട്ടുകാരെ, നിങ്ങളുടെ വാക്കും പെരുമാറ്റവും മറ്റുള്ളവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള വഴിയും വാതിലുമാണ്. അധ്യാപകരോടും കൂട്ടുകാരോടും ഹൃദയമായി പെരുമാറിയാൽ നിങ്ങൾക്ക് നല്ല നേതാവാകാം. പഠനം വിജയകരമാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാം. എവിടെയും നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം. പുതിയ അധ്യയന വർഷം ഏവർക്കും ആഹ്ലാദകരമാകട്ടെ. സ്നേഹാംശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.